പാവം മോഹൻലാല് ഒന്നും അറിഞ്ഞു കാണില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവര് തമ്മിലുള്ള ബന്ധം കാസ്നോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. അതുപോലെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ പിക്ചർ വരുമ്പോഴും, സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട്. അല്ല ഡോക്ടർ റോയ്, CJ, അത് അങ്ങനെയുള്ള ഇതെല്ലാം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല, നമ്മളെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യയില്ല. ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എടുക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡയറക്ഷൻ ഉണ്ട്, ഞങ്ങളുടേതായ സിസ്റ്റം ഉണ്ട്, അതിലേ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു. ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങള് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തു. അങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ നമ്മൾക്ക് കാശിൽ കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് ഗ്രൂപ്പില്ല. സീറോ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി സീറോ ഡെറ്റാണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല.